അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇസ്ലാമിക പ്രബോധകരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ യഥാർത്ഥ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ ഭാഗത്തു നിന്ന് അവർക്ക് ശക്തമായ എതിർപ്പുകളെ നേരിടേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. ശത്രുക്കൾ സത്യവിശ്വാസികളെ അങ്ങേയറ്റം അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നതിലൂടെ സത്യവിശ്വാസികൾ മാനസികമായി തളർന്നു പോവാനും സാധ്യതയുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ ഒരിക്കലും പതറിപ്പോകരുതെന്നും ഉറച്ചു നിൽക്കണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഖുർആനിൽ പലയിടങ്ങളിലും ആവർത്തിച്ച് പറയുന്നുണ്ട്. അക്കാര്യം തന്നെയാണ് ഇന്ന് നാം പഠിക്കുന്ന 12-ാമത്തെ ആയത്തിലും പറയുന്നത്. മക്കയിലെ സത്യനിഷേധികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കടുത്ത ശത്രുത പുലർത്തിയ കാലത്താണ് ഈ സൂറത്ത് ഇറങ്ങിയത് എന്ന് നാം ആമുഖത്തിൽ പറഞ്ഞതാണല്ലോ. മക്കയിലെ സാധാരണക്കാരായ ജനങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്നത് തടയാൻ വേണ്ടി മക്കയിലെ ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നാട്ടിലെ പാരമ്പര്യങ്ങളെയൊക്കെ തച്ചുടക്കാൻ വേണ്ടി വന്ന നാടിൻ്റെയും നാട്ടുകാരുടെയും ശത്രുവാണ് എന്ന് ആക്ഷേപിക്കുകയായിരുന്നു. ദേശവികാരവും ദേശീയ വികാരവും പറഞ്ഞ് ആളുകളെ ഇളക്കി വിട്ടുകൊണ്ട് തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നത് എക്കാലത്തെയും നാട്ടുപ്രമാണിമാരുടെ രീതിയാണ്. ആ രീതി തന്നെയാണ് അവരും പിന്തുടർന്നത്. നാടിൻ്റെയും നാട്ടുകാരുടെയും ശത്രു എന്ന ആക്ഷേപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വലിയ വിഷമമുണ്ടാക്കിയിരുന്നു. ഈ സന്ദർഭത്തിലാണ് സത്യത്തിൻ്റെ കാര്യത്തിൽ ആരുടെ ആക്ഷേപവും വകവെക്കാതെ ഉറച്ചു നിൽക്കുക എന്ന് ഈ ആയത്തിൽ പറയുന്നത്. فَلَعَلَّكَ تَارِكٌ بَعْضَ مَا يُوحَى إِلَيْكَ وَضَائِقٌ بِهِ صَدْرُكَ أَن يَقُولُوا لَوْلَا أُنزِلَ عَلَيْهِ كَنزٌ أَوْ جَاءَ مَعَهُ مَلَكٌ إِنَّمَا أَنْتَ نَذِيرٌ وَاللَّهُ عَلَى كُلِّ شَيْءٍ وَكِيلٌ. ഫലഅല്ലക താരിക്കും ബഅളമാ യൂഹാ ഇലൈക. താങ്കൾക്ക് ലഭിച്ച വഹിയിൽ നിന്ന്, ദിവ്യ വെളിപാടിൽ നിന്ന് താങ്കൾ ചിലത് വിട്ടുകളയുന്ന സാഹചര്യം ഉണ്ടായിക്കൂടാത്തതാണ്. താരിക്കുൻ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുന്നവൻ, വിട്ടുകളയുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം. ഫലഅല്ലക താരിക്കുൻ, താങ്കൾ ഉപേക്ഷിക്കുന്നവനായേക്കാം, താങ്കൾ വിട്ടുകളയുന്നവനായേക്കാം, താങ്കൾ ഉപേക്ഷിക്കുന്നവനാവരുത് എന്നാണ് പറയുന്നത്. അങ്ങനെ ആയിപ്പോകരുത് എന്നാണ് പറയുന്നത്. ബഅളമാ യൂഹ ഇലൈക, താങ്കൾക്ക് വഹിയ്, ദിവ്യബോധനം നൽകപ്പെടുന്ന ചിലതിനെ. എന്തുകൊണ്ട് മുഹമ്മദിന് നമുക്ക് കൂടി പറ്റിയ രൂപത്തിൽ ഈ ഖുർആനെ മാറ്റിത്തിരുത്തിക്കൂടാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ചുകൊണ്ട് അവർ പറയാറുണ്ടായിരുന്നു. യുക്തിവാദികളും മറ്റും പറയുന്ന പോലെ ഇസ്ലാം എല്ലാവരെയും ഉൾക്കൊള്ളുന്നില്ല എന്ന് പറയുന്ന പോലെയാണിത്. പെട്ടെന്ന് കേട്ടാൽ ശരിയാണെന്ന് തോന്നും. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, അവരുടെ വർത്തമാനം കേട്ട് താങ്കൾ ഈ ദിവ്യ സന്ദേശത്തിൽ നിന്ന് ചിലത് വിട്ടുകളഞ്ഞാലോ ഒളിച്ചു വെച്ചാലോ എന്നൊന്നും ചിന്തിക്കുന്ന സാഹചര്യം ഉണ്ടായിപ്പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യുമെന്നുള്ളത് കൊണ്ടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടക്കം എക്കാലത്തെയും സത്യവിശ്വാസികൾക്ക് സത്യത്തിൽ ഉറച്ചു നിൽക്കാനും സത്യപ്രബോധനം വിട്ടുവീഴ്ചയില്ലാതെ നിർവഹിക്കാനും ധൈര്യം പകരുകയാണിവിടെ. വലാഇഖും ബിഹി സദ്റുക്, ഇതിൻ്റെ പേരിൽ താങ്കളുടെ മനസ്സ് പ്രയാസപ്പെടുകയും ചെയ്യരുത്. അവർ പറയുന്നതിൻ്റെ പേരിൽ താങ്കൾക്ക് മനോവിഷമം ഉണ്ടാവരുത്. ലാഖ സദ്റുഹു എന്ന് പറഞ്ഞാൽ മനസ്സ് ഇടുങ്ങി എന്നാണ്, മനസ്സ് വിഷമിച്ചു എന്നർത്ഥം. അൻ യഖൂലു, അവർ പറയുന്നതിൻ്റെ പേരിൽ. എന്താണ് മക്കയിലെ നിഷേധികൾ പറയുന്നത്? ലൗല ഉൻസില അലൈഹി കൻസുൻ, ഇയാൾക്ക് എന്താണ് ഒരു നിധി ഇറക്കി കൊടുക്കാത്തത്? മുഹമ്മദ് ദൈവത്തിന്റെ പ്രവാചകനാണെന്ന് പറയുന്നു, എന്നിട്ട് അയാൾക്കും കൂടെയുള്ളവർക്കും മര്യാദക്ക് ഭക്ഷണത്തിന് പോലും വകയില്ല. ഇയാൾക്ക് നല്ല പണവും മറ്റ് ധനകൂമ്പാരങ്ങളൊക്കെ അടങ്ങിയ ഒരു നിധി ഇറക്കി കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് ഇയാളുടെ ദൈവം എന്നാണ് അവർ പരിഹസിക്കുന്നത്. കെൻസ് എന്നാൽ നിധി എന്നാണ്. ഔ ജാഅ മഅഹു മലക്കുൻ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇയാളുടെ കൂടെ ഒരു മലക്ക് ഇറങ്ങി വരാത്തത്? ഇയാൾ പ്രവാചകനാണ് എന്ന് ഒരു മലക്ക് ഇയാളുടെ കൂടെ വന്നുകൊണ്ട് ജനങ്ങളോട് പറഞ്ഞു കൊടുത്തുകൂടെ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് അവർ ചോദിച്ചിരുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുകയാണ്, ഇന്നമാ അൻത നദീർ, താങ്കൾ ഒരു മുന്നറിയിപ്പുകാരൻ മാത്രമാകുന്നു. ഈ സത്യനിഷേധികൾ വിശ്വസിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവർ ധിക്കാരം പറയുകയാണ്.
ധിക്കാരം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് കടുത്ത ശിക്ഷയുണ്ടാവുമെന്ന മുന്നറിയിപ്പ് അവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ബാധ്യതയെ താങ്കൾക്കുള്ളൂ. അത്രയേ താങ്കൾക്ക് സാധിക്കുകയുള്ളൂ. അല്ലാതെ അവരെ നന്നാക്കിയേ അടങ്ങൂ എന്നൊന്നും താങ്കൾ കരുതേണ്ടതില്ല. അങ്ങനെ ഒരു ഉത്തരവാദിത്തം താങ്കൾക്കില്ല. ഇക്കാര്യം ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നതായിട്ട് വിവിധ സന്ദർഭങ്ങളിൽ വന്നിട്ടുണ്ട്. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ വക്കീൽ. അള്ളാഹുവാണ് എല്ലാ സംഗതികൾക്കും ഉത്തരവാദപ്പെട്ടവൻ. ആളുകളെ നേർമാർഗത്തിലാക്കാനും മറ്റെല്ലാം കഴിയുന്നവൻ അള്ളാഹുവാണ്. അതിനൊക്കെ ഉത്തരവാദപ്പെട്ടവൻ അള്ളാഹുവാണ് എന്നാണ് ആയത്തിൻ്റെ അവസാനത്തിൽ പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.